എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോലിക്ക് പോകുമ്പോഴാകണം, ഏത് വിഷയത്തിലാണെങ്കിലും, പെണ്ണ് കെട്ടിയിട്ട് കണ്ണുനീര് കുടിക്കുന്ന ആണിനോടും പെണ്ണിനോടും 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടാണോ നീ ഇറങ്ങിയത് ഇല്ലത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പഠിക്കണമിത്. ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ ഒരു നാട്ടിൽ നിന്നൊരു നാട്ടിലേക്ക് നാട് കടക്കുകയാ. തന്റെ കയ്യിലൊന്നുമില്ല. ആ സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, അസാ റബ്ബി അയ്യഹ്ദിയനി സവാഅ സബീൽ. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനറിയാ, പടച്ച റബ്ബ് ഒരിക്കലും കൈവിടില്ല, അല്ലാഹു സഹായിക്കുമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് നല്ലതുപോലെ അറിയാം. പടച്ചവനെ, നീ എന്നെ സഹായിക്കണേ അല്ലാ. അവിടുന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ആദ്യമായിട്ട് പറയാനുള്ളത് എന്തെന്നറിയുമോ? ഏതൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോഴും നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹുവിനെ കുറിച്ചൊരു നല്ല പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ വെക്കണേ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയാണ് വേണ്ടത്. അല്ലാഹുവിനെ കുറിച്ച് ആരെ റബ്ബ് കൈവിട്ടാലും എന്നെ റബ്ബ് കൈവിടൂല എന്ന് പറയുന്ന ഉറച്ച ഒരു വിശ്വാസമുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സ്വഭാവമല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ച റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിനെ കുറിച്ച് തന്റെ സ്വഹാബത്തിന്റെ മുന്നിലിരുന്ന പ്രവാചകനെ പടന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹു ഇരിക്കുന്നത് എവിടെയാണ് നബിയേ? അല്ലാഹു ഇരിക്കുന്നത് എവിടെയാണ് നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, അല്ലാഹു ഇരിക്കുന്നത് അർശിലാ. ഉടനെ സ്വഹാബത്ത് ചോദിക്കുന്നു, ഐന അർശുല്ലാഹ്, അല്ലാഹുവിന്റെ അർശിരിക്കുന്നത് എവിടെയാണ് നബിയേ? ആ സമയത്താണ് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന, പടച്ച റബ്ബിന്റെ അർശിരിക്കുന്നത് എവിടെയെന്നറിയുമോ? ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ഹൃദയത്തിലാണ് പടച്ച റബ്ബിന്റെ അർശിരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്ന് കരയുകയാ. പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, എന്തിനാ സ്വഹാബാ നിങ്ങൾ കരയുന്നത്? എന്തിനാണ് സഹാബ നിങ്ങൾ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ അല്ലാഹുവിന്റെ അർശ് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. അല്ലാഹുവിന്റെ അർശ് ഹൃദയത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. അറിയാമല്ല അടയാളവുമുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ അർശ് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എന്ന് അറിയാൻ വല്ല അടയാളവുമുണ്ടോ എന്ന് മുത്തുനബിയോട് സഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ അർശ് ഹൃദയത്തിലുള്ള അടിമകൾക്ക് ചില അടയാളമുണ്ട്. ആ അടയാളങ്ങളിൽ പെട്ട ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ആരെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരം വെച്ചാ അവന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ അർശുണ്ടെന്ന് മുത്തുനബി അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു നല്ല ഭാവന ആര് കൈവിട്ടാലും എന്റെ റബ്ബനെ കൈവിടൂല. ആരൊക്കെ സഹായിച്ചില്ലെങ്കിലും പടച്ച റബ്ബനെ സഹായിക്കുമല്ലോ. അങ്ങനെ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു വിശ്വാസമാണ് മൂസാ നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വിശ്വാസമാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നത്. നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി പടച്ചവനെ അതാ വലിയ ഒരു തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട്
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാ തീരുമാനിക്കുകയാ. ആ തീക്കുണ്ടാരത്തെ കുറിച്ച് ചരിത്രം പറയുന്നത് ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരിഞ്ഞു പോകുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അടുത്തു കൊണ്ടുപോയി തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ കഴിയാത്തത് കാരണം അമ്പും വില്ലും തയ്യാറാക്കി ഉയരമുള്ള സ്ഥലത്ത് കയറ്റി നിർത്തിയിട്ട് ഇബ്രാഹിം നബി അതിനകത്തേക്ക് എയ്ത് വിടാൻ പടച്ചവനെ ഉയരമുള്ള സ്ഥലത്ത് ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. അതാ ശത്രുക്കൾ അതിലേക്ക് എയ്ത് വിടുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ഇബ്രാഹിം നബിയുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ അങ്ങയെ സഹായിക്കട്ടെ നബിയേ, ഈ തീക്കുണ്ടാരം അണച്ചു കളയട്ടെ നബിയേ, അങ്ങയെ രക്ഷപ്പെടുത്തട്ടെ നബിയേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ജിബ്രീലേ, എനിക്ക് നിന്റെ സഹായം വേണ്ട, എനിക്ക് നിന്റെ സഹായം വേണ്ട. എന്നെ പടച്ച റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ, അല്ലാഹുവിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്നുകൊണ്ട് പറയുന്ന ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി എന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്രൂദ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയുടെ തീക്കുണ്ടാരത്തിലേക്ക് 40 ദിവസത്തോളം ഉല്ലാസത്തിന് പോയിട്ട് ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ ആ തീക്കുണ്ടാരത്തിനകത്ത് നിന്ന് ഇബ്രാഹിം നബി തിരിച്ചു വന്ന ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ വെറുതെ പറയുന്നതല്ല, അത് പഠിക്കാനാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആദ്യം ഉറക്കേണ്ടത് നിന്റെ വിശ്വാസമാണ്, ആദ്യം ഉറക്കേണ്ടത് നിന്റെ ഈമാനാണ്. പടച്ചവനെ, ആ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് പടച്ച റബ്ബിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പ്രതീക്ഷയാണ് വേണ്ടത്. അല്ലാഹു ഒരിക്കലും നമ്മളെ കൈവിടൂല, അല്ലാഹു ഒരിക്കലും നമ്മളെ കൈവിടൂല. ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇത് അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി തരുന്നതാ. അല്ലാഹു നിന്റെ ഈമാൻ അളക്കുന്നതാണ്, നിന്റെ വിശ്വാസത്തെ പടച്ചവൻ അടക്കുന്നതാണ്, നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടിയാ. അല്ലാതെ വിവാഹം കഴിഞ്ഞു 15 കൊല്ലമായിട്ടും അല്ലാഹു നിനക്ക് മക്കളെ തരാത്തത് നിന്നോട് കോപമുള്ളത് കൊണ്ടല്ല, നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല. ഉസ്താദേ, സ്വന്തമായിട്ട് എനിക്കൊരു വീടില്ലല്ലോ, ഏത് കച്ചവടം ചെയ്താൽ തകർന്നു പോവുകയാണല്ലോ. ഞാൻ നിസ്കരിക്കുന്നവനാട്, നോമ്പ് പിടിക്കുന്നവനാട്, സദഖ കൊടുക്കുന്നവനാട്, എല്ലാ നന്മകൾക്കും മുൻപന്തിയിൽ നിൽക്കുന്നവനാട്. എന്നിട്ടും അല്ലാഹു എനിക്ക് ക്യാൻസർ തന്നല്ലോ, എനിക്ക് ട്യൂമർ തന്നല്ലോ, ഞാൻ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിലേക്ക് വന്നല്ലോ. അല്ലാഹുവിൻ എന്നെ വെറുപ്പാടെന്ന് പറയില്ലേ? പടച്ചവന് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ. അല്ലാഹു സ്നേഹിച്ചാൽ എങ്ങനെയാണ്, അല്ലാഹു സ്നേഹിച്ചാൽ എങ്ങനെയാ. അല്ലാഹുവിനൊരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ അല്ലാഹു വലിയ പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തന്നെ പറയുന്നുണ്ട്, വലനബുലുമന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ
അള്ളാഹു പരീക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ. ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാണ്, സാമ്പത്തിക നഷ്ടം കൊടുക്കുകയാണ്, രോഗങ്ങൾ കൊടുക്കുകയാണ്, മരണങ്ങൾ കൊടുക്കുകയാണ്. ഇതുപോലെ പടച്ച റബ്ബ് പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഒരിക്കലും നിങ്ങൾ പതറരുത്, ഒരിക്കലും നിങ്ങൾ തളരരുത്. എത്ര വലിയ പ്രയാസം വന്നാലും ഇല്ലാ യളമൽ ജസാ മഅയളമൽ ബലാ. ഒരു ദുഃഖത്തിന്റെ പിറകിൽ ഒരു സന്തോഷമുണ്ടെന്നാ, ഒരു ദുഃഖത്തിന്റെ പിറകിൽ ഒരു സന്തോഷമുണ്ടെന്നാ. അതുകൊണ്ട് ഈമാനാണ് ഉറക്കേണ്ടത്. ഈമാൻ ഉറയ്ക്കാനുള്ള വഴി എന്തെന്നറിയുമോ? ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ജീവിതമൊന്ന് അവസാനിപ്പിച്ചാ മതിയായിരുന്ന പടച്ചവര്, മരിക്കാൻ തോന്നുന്ന ചില സമയമുണ്ടല്ലോ. ഇന്ന് രാവിലെ പത്രമെടുത്ത് നോക്കിയപ്പോ എന്റെ വീടിന്റെ പരിസരത്താണ് ഒരു കുടുംബത്തിലെ 5 പേര് ആത്മഹത്യ ചെയ്തത്. പടച്ചവനെ, മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാ. നേരത്തെ മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യയില്ലായിരുന്നു. ഈ അടുത്ത കാലമായിട്ട് നമ്മുടെ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാണ്. ജീവിതത്തിൽ രോഗം വരുമ്പോ, തീരുവതാ രോഗങ്ങൾ വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവര്, കടങ്ങൾ വരുമ്പോ, കച്ചവടം നഷ്ടത്തിലാകുമ്പോ, അഭിമാനത്തിന് ക്ഷതം വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കാൻ തോന്നുന്ന സമയത്ത് എന്തു ചെയ്യണമെന്നറിയുമോ? ഈ പറയുന്ന ദിക്ർ നിങ്ങൾക്കൊരു 3 പ്രാവശ്യം പറയാൻ കഴിയുമോ? ജീവിതത്തിൽ എത്ര വലിയ പ്രയാസമാകട്ടെ, പടച്ചവനെ ജീവിതം അവസാനിപ്പിക്കണം, എനിക്കും മരിക്കണം പടച്ചവര് എന്ന് തോന്നുന്ന ഒരു സമയം വരുമ്പോ എന്തു ചെയ്യണമെന്നറിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ പറയുന്ന ദിക്ർ 3 പ്രാവശ്യം പറഞ്ഞാ മതി. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ പറയുന്ന ദിക്ർ സമാധാനത്തോടെ 1 മിനിറ്റ് നീയൊന്നും മിണ്ടാതെ ഇരുന്ന് അല്ലാഹുവേ മനസമാധാനത്തോടെ 3 പ്രാവശ്യം ഇത് പറഞ്ഞാ പടച്ചവനെ നിനക്ക് മനസമാധാനം വരികയാണ്, നിന്റെ മനസ്സിനൊരു സമാധാനം കിട്ടുകയാ. ഇത് ഞാൻ പറഞ്ഞു തന്നതല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ. ആയിഷ ബീബിയുടെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബിയെ കുറിച്ചും ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സൗബാർ. ഈ സ്വഹാബിയെ കുറിച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ ശാരീരികമായി വിഭജിച്ചു എന്ന് പറഞ്ഞ ആരോപണം നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ചാണ് പറയുന്നത്. എവിടെ നോക്കിയാലും പടച്ചവന് ആയിഷ ബീവിയെ കുറിച്ചുള്ള ചർച്ചകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കേട്ട് മടുക്കുകയാണ്. എവിടെ നോക്കിയാലും ആയിഷ ബീവിയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാ ആയിഷ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്, പലർക്കും അറിയാ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് എവിടെ നോക്കിയാലും പറയുന്നത് കേട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക ആയിഷ. ഒരു സമാധാനത്തിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. പടച്ചവനെ, ആയിഷ ബീബിക്ക് വല്ലാത്ത വിഷമമായി. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീബിയുടെ പിതാവാ. തന്റെ പൊന്നാര മകളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ തന്റെ പിതാവിന്റെ മുന്നിലേക്ക് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കടന്നു ചെന്നിട്ട് അവിടെന്ന് പറയുന്നു, വാപ്പാ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യ, ഞാൻ
അങ്ങനെ ചെയ്യുമെന്ന് ഉപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? അബൂബക്കർ തങ്ങളൊന്നും മിണ്ടിയില്ല. പടച്ചവനെ ആയിഷ ബീബി റളിയല്ലാഹു തആല തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവ്, തന്റെ പൊന്നുമക്കളുടെ കണ്ണ് നിറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത മാതാവ്, ആ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്ത് ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല എല്ലാവരും പറയുന്നത് കള്ളമാണ്, അവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറഞ്ഞു ആയിഷ ബീബിയുടെ പ്രിയപ്പെട്ട മാതാവിനോട് പറയുമ്പോ ഉമ്മ പറഞ്ഞു, ആയിഷ തെളിവുകൾ നിനക്ക് എതിരാണ് ആയിഷ. പെങ്ങളെ, നിന്നെ പോലെ 20, 25, 30, 40 വയസ്സോ ആയിഷ ബീബിക്കില്ല. അന്ന് ചെറിയ പ്രായമാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല വീടിനകത്തേക്ക് കയറുകയാണ്. വീട്ടുകാര് മാത്രമല്ല, അതാ അയൽവാസികൾ മാത്രമല്ല, ഒരു നാട് മുഴുവനും തെറ്റുകാരിയാണെന്ന് അവിടെ നിന്ന് പറയുമ്പോ ആ പിന്നപ്പെട്ട ചെറുപ്രായക്കാരിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല വീടിന്റെ അകത്ത് കയറുകയാണ്. നരമ്പ് മുറിച്ചില്ല, അവിടെ ആത്മഹത്യ ചെയ്തില്ല. ആയിഷ ബീബി പടച്ചവനെ വീടിന്റെ അകത്ത് കഴിയുകയാണ്. ഓരോ ദിവസവും രാവിലെയാകുമ്പോ സുബഹി നമസ്കാരം കഴിയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ വരുന്നു എന്ന് വാതിലിൽ വന്ന് നോക്കുകയാണ്. ഓരോ ദിവസവും ആയിഷ ബീബി വന്ന് നോക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ വരുന്നുണ്ട്. ആയിഷ ബീബി മടങ്ങുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവേ, ഒരു ദിവസം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സുബഹി കഴിഞ്ഞ് ആയിഷ ബീബി റളിയല്ലാഹു തആല നോക്കിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ ബീബിക്ക് വല്ലാത്ത സന്തോഷമായി ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞോ നബിയേ, അല്ലാഹു പറഞ്ഞോ നബിയേ, ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായിട്ട് വന്നോ നബിയേ. അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ, നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാ. ജിബ്രീൽ വഹിയുമായിട്ട് വന്നു. അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമാണ്. അവിടെന്ന് ആയിഷ ബീബി പറഞ്ഞു, നബിയേ, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ, 7 ആകാശം കടന്ന് ജിബ്രീൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുമായി ഇറങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല ഇങ്ങനെ ഉറപ്പോടെ പറയുന്നത് കേട്ടപ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, ആയിഷ, ഇത്രയും ദിവസം നീ എങ്ങനെയാ ജീവിച്ചിരുന്നത്? ഇത്രയും ദിവസം നീ എങ്ങനെയാണ് നിന്റെ മനസ്സിനെ പിടിച്ചിടർത്തിയിരുന്നത്? ആയിഷ, ഖുർആനിന്റെ ആയത്തുമായി ജിബ്രീൽ വരുമെന്ന് ഇത്ര ഉറപ്പോടെ പറയുന്നത് എന്തേ ആയിഷ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയേ, ജിബ്രീൽ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, അല്ലാഹു എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എങ്ങനെയാ ആയിഷ നീ ഇത്രയും ദിവസം പിടിച്ചു നിന്നത്? നീ ഇത്ര ഉറപ്പായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ, നിസ്കാരപ്പായിരുന്നിട്ട് എൻ്റെ മനസ്സ് തകരുമ്പോ ഞാൻ പറഞ്ഞത് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, ഈ ദിക്റാണ് നബിയെ ഞാൻ പറഞ്ഞത്. എൻ്റെ മനസ്സ് തകരുമ്പോ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോ, ഞാനൊരു മോശക്കാരിയാണെന്ന് എല്ലാവരും പറഞ്ഞു പരത്തിയപ്പോ ഞാൻ പിടിച്ചു നിന്നത് ഹസ്ബുനല്ലാഹ് എന്ന് പറയുന്ന ദിക്റ് പറഞ്ഞിട്ടാണെന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന വരുമ്പോൾ, ഈ ജീവിതം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോൾ ഈ ദിക്റ് നിങ്ങളൊരു 3 പ്രാവശ്യം പറഞ്ഞു നോക്ക്. ജീവിതത്തിൽ അത് അനുഭവിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചൊരു നല്ല ഭാവന വേണം. അള്ളാഹു നമ്മളെ കൈവിടില്ല എന്നുള്ള ഒരു ഉറച്ച ഒരു വിശ്വാസം വേണം. അത് ജനങ്ങൾ എന്തു പറയുന്നു അതിനെക്കുറിച്ച് നമ്മൾ നോക്കരുത്.
ജനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത്. അത് എന്തുമാകട്ടെ, എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാം, എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ചരിത്രങ്ങൾ. ഉസ്മാനിയ സുൽത്താൻമാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ സുൽത്താൻ മുറാദ് എന്ന് പറയുന്ന ഒരു മഹാൻ ജീവിച്ചിരുന്നു. ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ചരിത്രം കാണാം. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്ക്. സുൽത്താൻ മുറാദ് എന്ന് പറയുന്ന ഒരു മഹാനിന്റെ ചരിത്രം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ തന്റെ ജനങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ രാത്രി കാലങ്ങളിൽ അദ്ദേഹം പകലും രാത്രിയും തന്റെ ജനങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നടക്കുന്ന രാജാവാണെങ്കിലും മതഭരണാധികാരി, ഒരു രാജ്യത്തിന്റെ രാജാവാണെങ്കിലും തന്റെ ജനതയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി രൂപം മാറിയിട്ട് നടക്കുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുകയാ, രാത്രി ഒരു സ്വപ്നം കണ്ടു. മഹാനവറുകൾ രാത്രി അവിടെ നിന്നൊരു സ്വപ്നം കണ്ടു. മനസ്സിന് വല്ലാത്ത വേദനയുണ്ടാക്കുന്ന ഒരു സ്വപ്നം. എൻപെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് ചരിത്രം പറയുകയാ, സുൽത്താൻ മുറാദ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അങ്ങനെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ ഒരു സേവകനെ വിളിക്കുകയാണ്. അവിടെ നിന്ന് രൂപം മാറിയിട്ട് പടച്ച റബ്ബേ, ജനങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നടക്കുകയാ. ജനങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഇങ്ങനെ നടക്കുമ്പോ, ഒരുപാട് യാത്ര ചെയ്തു പോകുമ്പോ, സുബ്ഹാനല്ലാഹ്, അതാ വഴിയിലൊരു മനുഷ്യൻ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ വഴിയോരത്ത് ഇങ്ങനെ മരിച്ചു കിടക്കുകയാ. ഒരാള് പോലും അടുത്തു പോകുന്നില്ല, ഒരാള് പോലും അവിടെ നിന്ന് സഹായിക്കുന്നില്ല. പടച്ചവനെ, സുൽത്താനാണ് പോയി നിൽക്കുന്നതെന്ന് ആർക്കും അറിയുന്നില്ല. ആ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി നിന്നിട്ട് ജനങ്ങളോട് ചോദിക്കുന്നു, എന്താണ് ആരും ഈ മനുഷ്യനെ പരിഗണിക്കാത്തത്? അപ്പൊ അവിടെ നിന്ന് ജനങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ജനങ്ങൾ അവിടെ നിന്ന് പറയുന്നു, ഈ മനുഷ്യന് കള്ളുകുടിയനാ, ഈ മനുഷ്യന് വ്യഭിചാരിയാ, ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനാണ് ഈ മനുഷ്യന്, ഈ നാട്ടിലെ ഏറ്റവും വലിയ വ്യഭിചാരിയാണ് ഈ മനുഷ്യന്, ഈ മനുഷ്യന് വൃത്തികെട്ടവനാണ്, ഈ മനുഷ്യന് മക്കളില്ല, ഒരു ഭാര്യ മാത്രമാണുള്ളത്, കുടുംബക്കാരും ഈ മനുഷ്യനെ സഹായിക്കാനില്ല. പടച്ചവന് ആരുമില്ലാതെ മടിച്ചു വരിയോരത്ത് കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോ സുൽത്താൻ അവിടെ നിന്ന് ചോദിക്കുകയാ, ഈ കിടക്കുന്നത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണല്ലോ. പഠിച്ചവനെ, ഒരാൾക്കും മനസ്സിലായില്ല ഇത് രാജാവാണെന്ന്. ചരിത്രം പറയുകയാണ്, അവസാനം ആ മനുഷ്യന്റെ ജനാസ സുൽത്താനും തന്റെ സേവകനും അവിടെ നിന്ന് ചുമക്കുകയാണ്. പറഞ്ഞ അടയാളം വെച്ച ആ മനുഷ്യന്റെ വീട്ടിലേക്ക് കൊണ്ടുചെല്ലുകയാണ്. ആ മനുഷ്യന്റെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ജനാസ കാണുമ്പോ കരയുകയാ, വല്ലാതെ കരയുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നാട്ടുകാർ മുഴുവനും പറയും, ഇവന് കള്ളുകുടിയനാണ്, വ്യഭിചാരിയാണ്, ഇവന് വൃത്തികെട്ടവനാണെന്ന് നാട്ടുകാർ മുഴുവനും പറയുന്ന മനുഷ്യനുണ്ടല്ലോ. ആ മനുഷ്യന്റെ ജനാസയാണ് വീടിന്റെ അകത്ത് കൊണ്ടുവച്ചപ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുകയാ. സുൽത്താൻ അവിടെ നിന്ന് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഇവന് കള്ളുകുടിയനല്ലേ, ഇവൻ വ്യഭിചാരിയല്ലേ, ഇവനൊരു വൃത്തികെട്ടവനല്ലേ, എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ സുൽത്താനിനോട് ആ മനുഷ്യന്റെ ഭാര്യ പറയുകയാ, എന്റെ ഭർത്താവ് കള്ളുകുടിയനല്ല, എന്റെ ഭർത്താവ് ഒരു തുള്ളി കള്ള് പോലും കുടിക്കാത്തവനാ. എന്റെ ഭർത്താവ് എന്ത് ചെയ്യുമെന്നറിയോ? അതാ നല്ല സമ്പത്തുള്ള മനുഷ്യനാണ്, നല്ല സമ്പത്തുള്ള മനുഷ്യനാണ്. എല്ലാ ദിവസവും അതാ കള്ള് ഷാപ്പിലേക്ക് കടന്നു ചെന്നിട്ട് വില കൂടിയ കള്ളുകൾ മുഴുവനും വാങ്ങുകയാണ്. കള്ള് ജനങ്ങളെ നോക്കുമ്പോ കള്ള് ഷാപ്പിൽ പോയി കള്ള് വാങ്ങുന്നുണ്ട്. എല്ലാ കള്ളുകളും മേടിച്ചു കൊണ്ടുവന്നിട്ട് ഈ വീടിനകത്ത് കൊണ്ടുവന്നിട്ട് അത് നശിപ്പിച്ച് കളയുകയാ. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, അൽഹംദുലില്ലാഹ്, പടച്ച റബ്ബേ, ഈ നാട്ടുകാർക്കൊന്ന് കുടിക്കാൻ കള്ള് കിട്ടില്ലല്ലോ. എല്ലാ
പേടിച്ചു കൊണ്ടുവന്ന് നശിപ്പിച്ചതിന്റെ പേരില് എനിക്ക് ഒരുപാട് ചെറുപ്പക്കാരെ കള്ളുകുടിയിൽ നിന്ന് രക്ഷപ്പെടുത്താ കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാഹ്. ആ മനുഷ്യനവിടെന്ന് പറയുകയാ, ഭാര്യ പറയുകയാണ്, ശരീരം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, പെണ്ണുങ്ങളുടെ വീടുകളിലേക്ക് കടന്നു ചെന്നിട്ട് അവരെന്തിനാ പണത്തിന് വേണ്ടിയല്ലേ ശരീരം വിൽക്കുന്നത്? അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറയും, ഇന്നൊരാളുടെയും മുമ്പിൽ നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് പൈസ കിട്ടിയല്ലോ. പടച്ചവനെ, ശരീരം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ വീട്ടിൽ പൈസ കൊണ്ടു കൊടുത്തിട്ട് അൽഹംദുലില്ലാഹ് മനുഷ്യൻ പറയുകയാ, ഒരുപാട് ചെറുപ്പക്കാരെ വ്യഭിചാരത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയല്ലോ അല്ലാഹ്. ഓരോ ദിവസവും എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് കണ്ടപ്പോ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കും അല്ലാഹുവിനും എനിക്കുമല്ലേ അറിയൂ, അല്ലാതെ നാട്ടുകാർക്കറിയില്ലല്ലോ. നിങ്ങൾ ഒരു ദിവസം മരിക്കേണ്ടവനാണ്, നിങ്ങളെ ഇവരാരും തിരിഞ്ഞു നോക്കില്ല എന്ന് ആ പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനോട് പറയുമ്പോ ഭർത്താവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സുൽത്താനോട് പറഞ്ഞു കൊടുക്കുകയാ, രാജ്യത്തിന്റെ ഭരണാധികാരിയോട് പറഞ്ഞു കൊടുക്കുകയാ, അതാ ഞാൻ എന്റെ ഭർത്താവിനോട് ഇത് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആരാ പറഞ്ഞത് ഞാൻ മരിച്ചാൽ ആള് വരില്ലെന്ന്? ആ മനുഷ്യൻ പറയുന്നു, ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി വരും. ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി വരും. എന്റെ കഫം പൊതിയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാ, എന്റെ മയ്യത്ത് നമസ്കരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാ. എന്റെ ജനാസയിൽ ഈ നാട് ഇന്നുവരെ കാണാത്ത ജനങ്ങള്, ആലിമീങ്ങൾ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർ ഈ ഭരണാധികാരിയുടെ പുറകിൽ നിന്ന് എന്റെ മയ്യത്ത് നമസ്കരിക്കും. അല്ലാഹു എന്നെ ഒരിക്കലും കൈവിടൂല, അല്ലാഹു ഒരിക്കലും എന്നെ കൈവിടൂല. ഈ മനുഷ്യനിത് പറയുമ്പോ ഭാര്യ പറയുകയായിരുന്നു, ഞാൻ ചിരിക്കുമായിരുന്നു. എന്റെ ഭർത്താവ് ഇങ്ങനെ പറയുമ്പോ ഞാൻ ചിരിച്ച് കളിയാക്കുമായിരുന്നു എന്നവിടെന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, സുൽത്താനിന്റെ കണ്ണ് നിറയുകയാ. പഠിച്ചവനെ, തന്റെ രൂപമങ്ങ് മാറ്റുകയാണ്. ഇത് ചരിത്രമാ സഹോദരാ, ഇത് വെറുതെ പറയുന്നതല്ല. ആ രാജാവ് തന്റെ ശരീരത്തിട്ടിരുന്ന വസ്ത്രമങ്ങൂരുകയാണ്. പടച്ചവനെ, ഞാനാട് ഈ മനുഷ്യൻ പറഞ്ഞത് സത്യമാണ്, ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഞാൻ. ആ മനുഷ്യന്റെ ജനാസ കുളിപ്പിച്ചത് രാജാവ് തന്നെയാ, അവിടത്തെ ജനാസ പൊതിഞ്ഞത് രാജാവ് തന്നെയാ. ചരിത്രം പറയുകയാ, ആ നാട് കാണാത്ത ജനമായിരുന്നു അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ. പഠിച്ചവനെ, ആ നാട്ടിൽ ഒരാൾ മരിച്ചപ്പോ പോലും അത്രയും ജനം കൂടിയിട്ടില്ല. രാജാവ് തന്നെയാണ് ഇമാമത്ത് നിന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുമ്പോ ഇതാണ് അല്ലാഹുവിനെ കുറിച്ചൊരു മനുഷ്യനെ പ്രതീക്ഷ വെച്ചാൽ അവന് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണിത്. അതുകൊണ്ട് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മദീന എന്ന് പറയുന്ന രാജ്യത്തേക്ക് നാട് കിടക്കുമ്പോ ആദ്യമായിട്ട് ചെയ്തതെന്തെന്നറിയുമോ? മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. വലമ്മാ തവജ്ജഹ തിൽഖാ മദിയന ഖാല അയ്യഹ്ദിയനി സബീൽ. അവിടുന്ന് ദുആ ചെയ്തിട്ടാണ് അവിടുന്ന് യാത്ര തുടങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാണ്, മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ ആഴ്ചകളോളം യാത്ര ചെയ്തു. ആഴ്ചകളോളം വളരെ കഷ്ടപ്പെട്ടു, പ്രയാസപ്പെട്ടു യാത്ര ചെയ്തു. മദീന എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ, മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരാഴ്ചയോളം കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു മൂസാ നബി അലൈഹി സ്വലാം എത്തി. മദീന എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന രംഗം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആടുകൾക്കും ഒട്ടകങ്ങൾക്കും വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി ഒരു കിണറ്റിന്റെ ചുവട്ടിൽ വല്ലാത്ത മത്സരം നടക്കുകയാണ്.
ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും വെള്ളം കോരുന്നതിന് വേണ്ടി ഒരു കുളത്തിന്റെ ഒരു കിണറ്റിന്റെ ചുവട്ടിൽ കിടന്നുകൊണ്ട് വല്ലാത്ത തിരക്ക് കൂട്ടുന്നു. മൂസാ നബി നോക്കുമ്പോ 2 പെൺകുട്ടികൾ അവരുടെ ആടുകളുമായിട്ട് മാറി നിൽക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം നോക്കുമ്പോ കാണുന്ന രംഗം 2 പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുന്നു. മറ്റ് ആണുങ്ങളും പെണ്ണുങ്ങളും വെള്ളം കോരുവാനുള്ള, അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുവാനുള്ള തിരക്ക് കൂട്ടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടികളുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തേ വെള്ളം കോരാൻ പോകാത്തെ? നിങ്ങൾ എന്തേ വെള്ളം കോരാൻ പോകാത്തെ? അവരെല്ലാവരും വെള്ളം കോരിക്കൊണ്ട് പോകുന്നല്ലോ, നിങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയില്ലല്ലോ, നിങ്ങൾ എന്താ പോകാത്തെ? എന്തേ നിങ്ങളുടെ കൂടെ ആണുങ്ങളൊന്നുമില്ലേ? ആ സമയത്ത് ആ പെൺകുട്ടികൾ പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് ആണുങ്ങളുടെ ഇടയിൽ പോയി വെള്ളം കോരാൻ ഞങ്ങൾക്ക് മടിയാ, ഞങ്ങൾക്ക് വല്ലാത്ത ലജ്ജയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു, വലമ്മാ വറദ മാഉ മദിയൻ വജദ അലൈഹി ഉമ്മത്തും മിനന്നാസ് യസ്കൂന വജദ മിൻ ദൂനിഹിമാ ഇംറഅതൈനി തദൂദാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടികളോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ? കാരണം വെള്ളം കോരുന്നത് വലിയ യോദ്ധാക്കളായ ആരോഗ്യമുള്ള വലിയ ആൾക്കാരാ. അവരുടെ ഇടയിൽ പോയിട്ട് തിരക്ക് കൂട്ടിയിട്ട് ഈ പെണ്ണുങ്ങൾക്ക് വെള്ളം കോരുവാനുള്ള ഒരു പ്രയാസം. അതുകൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത്. ഇവരെല്ലാവരും വെള്ളം കോരി പോയതിനു ശേഷം വെള്ളം കോരാം. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ചിന്തിച്ചു, പടച്ചോനെ ഞാനൊന്ന് സഹായിക്കാം. മൂസാ നബി അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം ഈ 2 പെൺകുട്ടികൾക്കും, നല്ല ആരോഗ്യമുള്ള പ്രവാചകന, ഈ 2 പെൺകുട്ടികൾക്കും അവരുടെ മൃഗങ്ങൾക്ക് കുടിക്കുവാനുള്ള വെള്ളം ശേഖരിച്ചു കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട 2ാമത്തെ കാര്യം, വെറുതെ ചരിത്രം കേട്ട് കളഞ്ഞാൽ പോരാ. ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട 2ാമത്തെ കാര്യം, മൂസാ നബി അലൈഹിസ്സലാം ഒരു രാജ്യത്ത് നിന്ന് നാട് വിട്ട്, ഒന്നുമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, നല്ലതുപോലെ വസ്ത്രമില്ല, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വളരെ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടാ വന്നത്. വന്ന ഉടനെ കാണുന്ന കാഴ്ച, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധിയുടെ സമയത്തും ഏത് പ്രയാസത്തിന്റെ സമയത്തും മറ്റൊരു മനുഷ്യനെ സഹായിക്കേണ്ട അവസ്ഥ വന്നാൽ സഹായിക്കണമെന്നാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഏത് പ്രയാസത്തിന്റെ ഘട്ടത്തിലാകട്ടെ, ഒരാളെ സഹായിക്കേണ്ട അവസ്ഥ വന്നാൽ, വളരെ പ്രയാസത്തിൽ അത് എങ്ങനെയുമാകട്ടെ, ഒരാളെ സഹായിക്കേണ്ട അവസ്ഥ വന്നാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലൊരു അമാന്തമ കാണിക്കരുത്. ഏതൊരു സഹായത്തിന്റെ അവസരത്തിലും ഒരു മനുഷ്യനെ സഹായിക്കണമെന്ന് മൂസാ നബി അലൈഹിസ്സലാം ഈ ചരിത്രത്തിലൂടെ പറഞ്ഞു തരികയാ. നമ്മളിൽ പലർക്കുമില്ലാത്ത ഒരു സ്വഭാവമാണ്. നമ്മുടെ വീടിന്റെ മുന്നിൽ എത്രയോ പാവങ്ങൾ വരുന്നു, യതീമീങ്ങൾ വരുന്നു, രോഗം പിടിച്ചവർ വരുന്നു. പക്ഷേ നമ്മളിൽ പലരും അവരെ തിരിഞ്ഞു നോക്കാറില്ല, സഹായിക്കാറില്ല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അന്ന റജുലൻ ജാഅ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് അയ്യുൻ നാസി അഹബ്ബു ഇലല്ലാഹ് وأي الناس أحب إلى الله وأي الأعمال أحب إلى الله. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്ന ഒരു സഹാബി കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, ജനങ്ങളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാരാണ് നബിയേ? വഅയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് നബിയേ? എന്റെ പ്രിയപ്പെട്ടവരെ, താടി വെച്ചവരും തടമ്പുള്ളവരും കൊട്ടാരം പോലെ വീട് പണിത് സെൻട്രൽ ജയിൽ പോലെ മതില് പണിതിട്ട് കഴിയുന്ന മുസ്ലിമേ, അല്ലാഹുവിന് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാരയാ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബി ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ
ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്തെന്നറിയുമോ? ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്തെന്നറിയുമോ? പാവപ്പെട്ടവരെ സഹായിക്കുന്നവരുണ്ടല്ലോ, വിശക്കുന്നവനെ ഭക്ഷണം കൊടുക്കുന്നവരുണ്ടല്ലോ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനെ സഹായിക്കുന്നവരുണ്ടല്ലോ, യതീമീങ്ങളെ സഹായിക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി അവന് ആവശ്യത്തിന് വേണ്ടി ഒന്ന് നടന്നു പോകുന്നതുണ്ടല്ലോ, അത് അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം പള്ളി പണിത് കൊടുക്കലല്ല. നിന്റെ വീടിന്റെ മുന്നിൽ വരുന്ന ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്ക്, അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പള്ളി പണിയൽ നല്ല കാര്യമല്ല എന്നല്ല, പള്ളി പണിയൽ നല്ലടാ. പള്ളി കെട്ടാൻ പൈസ കൊടുക്കുന്നവനും തന്റെ വീടിന്റെ മുന്നിൽ വരുന്ന യതീമിനെ തിരിഞ്ഞു നോക്കാത്തവനാ, തന്റെ കുടുംബത്തിൽ കിടക്കുന്ന രോഗികളെ തിരിഞ്ഞു നോക്കാത്തവനാ. ഞാനും നിങ്ങളും കല്യാണത്തിന് പോകുമ്പോ വലിയ കവറിനകത്ത് പൈസ വെച്ചുകൊണ്ട് പോകും. കല്യാണത്തിന് പോകുമ്പോ എല്ലാവരുടെ കയ്യിലും ഒരു കവറ് കാണും. എന്നാൽ ക്യാൻസർ രോഗം പിടിച്ചു കിടക്കുന്നവനെ കാണാൻ പോകുമ്പോ ഇതൊന്നും കാണത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സത്യത്തിൽ ആർക്കാ കൊടുക്കേണ്ടത്? നമ്മൾ ആർക്കാ കൊടുക്കേണ്ടത്? കല്യാണം കഴിക്കുന്നവൻ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ആർഭാട വിവാഹം നടത്തുന്നു. ഈ കിടക്കുന്ന പാവപ്പെട്ട രോഗി തന്റെ സർവ്വതും വിറ്റ് ചികിത്സിച്ച് കിടക്കുന്ന പാവപ്പെട്ടവൻ അവന്റെ കയ്യിൽ കൊണ്ടൊരു കവർ കൊടുക്കാൻ നമ്മളിൽ പലർക്കും കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതായിരുന്നു. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിട്ട് അവന്റെ ഒരു പ്രയാസം പറയുമ്പോൾ ആ മനുഷ്യനെ സഹായിക്കാൻ നീ അവന്റെ കൂടെയൊന്ന് പോടോ, നീ അവന്റെ കൂടെയൊന്ന് പോ. നബി തങ്ങൾ പറയുന്നു, നീ അവന്റെ കൂടെ പോകൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമൻ മശാ മഅ അഖീഹി ഫീ ഹാജതി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ അവന്റെ കൂടെ പോകൽ എന്റെ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ നിനക്ക് ശ്രേഷ്ഠതയുണ്ടെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ